എല്ലാവർക്കും നമ്മുടെ ടെക് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡിസോ ഗോപോഡ്സ് നിയോ രണ്ടും നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. റിയൽമി ബഡ്സ് എയർ 2 അതുപോലെ തന്നെ റിയൽമി ബഡ്സ് Q2 ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത് തന്നെയാണ് ഈ രണ്ട് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. 3299 രൂപയാണ് ഗോപോഡ്സിന്റെ റേറ്റ്, എന്നാൽ 2499 രൂപയാണ് ഗോപോഡ്സ് നിയോയുടെ റേറ്റ്. പ്ലേ ടൈം ഒക്കെ നോക്കുവാണെങ്കിൽ 25 മണിക്കൂർ ഗോപോഡ്സിൽ ലഭ്യമാകുമ്പോൾ 28 മണിക്കൂർ നമുക്ക് ഗോപോഡ്സ് നിയോയിൽ ലഭ്യമാകുന്നു. ജസ്റ്റ് 10 മിനിറ്റ് നമ്മൾ ഗോപോഡ്സിൽ ചാർജ് ചെയ്യുവാണെങ്കിൽ 120 മിനിറ്റും, അതേപോലെ തന്നെ നിയോയിൽ നമ്മൾ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്യുവാണെങ്കിൽ 3 മണിക്കൂറാണ് ആ ഒരു പ്ലേ ടൈം ലഭ്യമാകുന്നത്. ANC സപ്പോർട്ടഡ് ആണ്, അതുപോലെ തന്നെ ആ ഒരു ഡ്യുവൽ മൈക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്രിസ്റ്റൽ ക്ലിയറോട് കൂടിയിട്ട് തന്നെ ആ വോയിസ് ക്വാളിറ്റി കിട്ടുമെന്നുള്ളതും, കൂടാതെ ട്രാൻസ്പെറൻസി മോഡ് ഈ ഒരു പ്രോഡക്റ്റിൽ ലഭ്യം എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു ട്രാൻസ്പെറൻസി മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇയർഫോണുകൾ ഊരാണ്ട് തന്നെ നമുക്ക് പുറം ലോകമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. അതാണ് ഈ ഒരു ട്രാൻസ്പെറൻസി മോഡ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 88 ms ലോ ലേറ്റൻസി മോഡും ഈ ഒരു പ്രോഡക്റ്റുകളുടെ കൂടെ രണ്ടിൻ്റെയും കൂടെ കിട്ടുമെന്നുള്ളതാണ്. എന്തായാലും ഡിസോ ഗോപോഡ്സും അതുപോലെ തന്നെ ഗോപോഡ്സ് നിയോനെ കുറിച്ചിട്ടൊക്കെ കുറേ നല്ല രീതിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. കാരണം ഡ്രൈവേഴ്സ് സഹിതം ഇതിനകത്ത് രണ്ടും ഡിഫറൻറ്റ് ആണെന്നുള്ളതാണ്, ആ ഒരു ചിപ്പ് സെറ്റ് ആണെങ്കിൽ പോലും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കട്ടെ, പറ്റുമെങ്കിൽ ഒരു വീഡിയോ ഞാൻ ഇറക്കാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യാന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ബോസിന്റെ QuietComfort 45 ലോഞ്ച് ആയിട്ടുണ്ട്. പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും സെപ്റ്റംബർ 23 ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ആവും. ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ അക്കോസ്റ്റിക് നോയ്സ് ക്യാൻസലേഷനും നോയ്സ് റിജക്ഷൻ അൽഗോരിതവും അതുപോലെ തന്നെ അവയർ മോഡും ഒക്കെ തന്നെ ഇതിനകത്തുണ്ട്. ക്വാഡ് മൈക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രിസ്റ്റൽ ക്വാളിറ്റിയോടുകൂടി തന്നെ സംസാരിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഒക്കെ സാധിക്കും. 24 hours ആണ് പ്ലേ ബാക്ക് ടൈമും, കൂടാതെ ജസ്റ്റ് 15 മിനിറ്റ്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2.5 hours നമുക്ക് ആ ഒരു പ്ലേ ബാക്ക് ടൈം ലഭ്യമാകും എന്നുള്ളതാണ്. 329 USD ആണ്, അതായത് ഒരു 24,000 രൂപ അടുപ്പിച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ജബ്ര Elite 7 Pro, ജബ്ര Elite 7 ആക്റ്റീവ്, Elite 3 എന്നിങ്ങനെ 3 TWSകൾ ലോഞ്ച് ആയിട്ടുണ്ട്. $199 ആണ് Elite 7 Proയ്ക്ക്, അതായത് ഒരു 14,500 രൂപയും 13,100 രൂപയായിരിക്കും Elite 7 ആക്റ്റീവിനും, കൂടാതെ 5,800 രൂപയാണ് Elite 3ന്. ജബ്രയിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഇയർബഡ്സുകളായിരിക്കും ഈ 3 ഇയർബഡ്സുകൾ എന്ന് പറയുന്നത്. Elite Proയും Elite 7 ആക്റ്റീവും ഒക്ടോബർ 1 ഫസ്റ്റ് സെയിലിന് എത്തുമ്പോഴത്തേക്ക് സെപ്റ്റംബർ 1 ഇന്നലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു Elite 3യുടെ സെയില്. Elite 7 Proനെ കുറിച്ച് പറയുവാണെങ്കിൽ മൾട്ടി സെൻസർ വോയിസ് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ വോയിസ് ക്ലാരിറ്റി ഒക്കെ നല്ല രീതിക്ക് അവർ ഓഫേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 35 മണിക്കൂർ ടോട്ടൽ പ്ലേ ബാക്ക് ടൈം, 5 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1.2 hours പ്ലേ ടൈം ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ജബ്ര Elite 7 ആക്റ്റീവിനെ കുറിച്ച് പറയുവാണെങ്കിൽ സാൻസ് മൾട്ടി സെൻസർ വോയിസ് ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് സിലിക്കൺ റബ്ബർ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജബ്ര Elite 3നെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ 6mm ഡ്രൈവേഴ്സും, കൂടാതെ Qualcomm ആപ്റ്റെക്സ് SD ഓഡിയോ ഒക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. കൂടാതെ 7 hours സിംഗിൾ ടൈമും 28 hours ടോട്ടൽ പ്ലേ ബാക്ക് ടൈമും ഒക്കെ നമുക്ക് ഇതിനകത്ത് ലഭ്യമാകും എന്നുള്ളതാണ്. അടുത്ത നോക്കുവാണെങ്കിൽ സാംസങ്ങിന്റെ Galaxy A13 5G 2021 എൻഡോട് കൂടിയിട്ട് നമുക്കിത് ലോഞ്ച് ആകുമെന്ന് വിശ്വസിക്കുന്നു. സാംസങ്ങിൽ നിന്നും ലഭ്യമാകുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു 5G സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും ഈ ഒരു Galaxy A13 5G എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. €200 ആണ് നമുക്ക് ആ ഒരു വില ഇട്ടിരിക്കുന്നത്, അതായത് ഒരു 17,300 രൂപയോളം നമുക്ക് ആ ഒരു വില മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ ഒരു പ്രോഡക്റ്റിൽ എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് സാംസങ് Galaxy M32 5G ഫസ്റ്റ് സെയിലിന് എത്തുവാണ്. 18,999 രൂപയാണ് ആ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. 6+128നും അതുപോലെ തന്നെ 8+128നും നമുക്ക് ലഭ്യമാകും. Dimensity 720 പ്രോസസറോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വേൾഡ്സ് ഫസ്റ്റ് പ്ലാൻ ബേസ്ഡ് എയർ പ്യൂരിഫയർ, അതായത് Ubreath ലൈഫ് എന്ന് പറഞ്ഞൊരു എയർ പ്യൂരിഫയർ നമ്മുടെ IIT റോപ്പാറിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ അർബൻ എയർ ലബോറട്ടറി കണ്ടുപിടിച്ചിരിക്കുകയാണ്. പീസ് ലില്ലി, സ്നേക്ക് പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ് എന്നിങ്ങനെ കുറച്ച് പ്ലാന്റുകൾ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ അതിൽ നിന്നൊക്കെ തന്നെ നല്ല ഗുഡ് റിസൾട്ടാണ് ലഭ്യമായെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു എയർ പ്യൂരിഫയർ യൂസ് ചെയ്തുകൊണ്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് റേറ്റ് എന്ന് പറയുന്നത് 150 സ്ക്വയർ ഫീറ്റിനകത്ത് 311 നിന്നും ജസ്റ്റ് 39ലേക്ക് 15 മിനിറ്റിനകത്ത് നമുക്ക് എത്തിയെന്നുള്ളതാണ്. ഈ ഒരു 39 എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് റേറ്റ് ഗുഡിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ 0 to 50 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു 39 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് റേറ്റ് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ ബേസ്ഡ് എയർ പ്യൂരിഫയർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താ പറയുക നല്ലൊരു സക്സസിലേക്ക് തന്നെ പോകാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ടെക് ന്യൂസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓഫേഴ്സ് നോക്കുവാണെങ്കിൽ ആമസോണിൽ ബ്രാൻഡ് ഡേയ്സ് നാളെ കൂടിയേ ഉള്ളൂ. അതേപോലെ തന്നെ ഓട്ടം വിന്റർ 2021 ന്യൂ സീസൺ ലോഞ്ച് ആയിട്ടുണ്ട്. 10% ഫെഡറൽ ബാങ്കിൽ നിന്നും ആ ഒരു ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടും. അഡിഡാസ്, ടോമി ഹിൽഫിഗർ അല്ലെങ്കിൽ അതുപോലുള്ള ടോപ്പ് ബ്രാൻഡുകളിൽ നിന്നാണ് ഈ ഒരു ന്യൂ സീസൺ ലോഞ്ച്
ആയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ബ്രാൻഡ് ന്യൂ അതേപോലെ തന്നെ ബ്രാൻഡ് ന്യൂ ഡിസൈൻസ് വേണമെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ പോയി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭത്തോട് കൂടിയിട്ട് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമുക്ക് ആ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നോയ്സ് ആനിവേഴ്സറി സെയിൽ നാളെ ലാസ്റ്റ് ഡേ ആണ്. അപ് ടു 70 hours നമുക്ക് ഈ ഒരു നോയ്സിന്റെ പ്രോഡക്റ്റുകൾക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പൊതുവേ ഈ ഒരു ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കാണുന്ന പോലെ ആ ഒരു ഓഫറൊക്കെ തന്നെയാണ് പൊതുവേ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ അങ്ങോട്ട് എടുത്ത് പറയാണ്ടിരുന്നത് ഈ ഒരു നോയ്സ് ആനിവേഴ്സറി സെയിലിനെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടെക് നോട്ട്സിന്റെ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് രാത്രി 7:30 BTG2 ട്രൂക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു TWS ആണ്. ഇതിന്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അൺബോക്സിംഗ് റിവ്യൂയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.